റഅദെന്ന സൂറത്തോതലും വേണ്ടുന്നതാ, മൗത്തിന്റെ വേദന കുറയുവാനുതകുന്നതാ. സഹോദരങ്ങളെ, സൂറത്തു റഅദും കൂടി പാരായണം ചെയ്യുക. മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ സൂറത്തു റഅദ് കൂടി പാരായണം ചെയ്യുക. എന്നാൽ അവന്റെ മൗത്തിന്റെ സമയത്തുള്ള വേദന പടച്ചവനായ തമ്പുരാൻ ലഘൂകരിച്ചു കൊടുക്കുന്നതാണ്. കാരണം അത്രത്തോളം കഠിനമായ വേദനയാണ് മരണത്തിന്റെ വേദന എന്ന് പറയുന്നത്. സഹോദരിമാരോട് പറയുകയാണ്, ഉമ്മമാരോട് പറയുകയാണ്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോട്, സഹോദരിമാരോട് പറയുകയാണ്, നമ്മളെല്ലാവരും പറയാറുണ്ടല്ലോ, അതേ സഹോദരിമാർ അനുഭവിച്ചതിന്റെ വേദനയുടെ ഒരു അംശം പോലും ഒരു പുരുഷന്മാരും അനുഭവിച്ചിട്ടില്ല എന്നുള്ളത് അത് ശരി തന്നെയാണ്. ഉമ്മമാര് അനുഭവിച്ച പ്രസവത്തിന്റെ വേദനയുണ്ടല്ലോ, ആ വേദന ഒരു പുരുഷന്മാരും അനുഭവിച്ചിട്ടില്ല, ഇനി അനുഭവിക്കുകയുമില്ല. സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ ഉമ്മമാര് തന്നെ പറയാറുണ്ട്, പ്രസവത്തിന്റെ വേദന എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ വേദന എന്നാണ്. അല്ല, പ്രസവത്തിന്റെ വേദന എന്നാൽ മരണത്തിന്റെ വേദനയല്ല. രണ്ടും ഒരുമേ സമമല്ല, തുല്യമല്ല. മരണത്തിന്റെ വേദന എന്നാൽ പ്രസവത്തിന്റെ വേദനയല്ല, രണ്ടും ഒന്നല്ല. വേണമെങ്കിൽ മരണത്തിന്റെ വേദനയോട് അടുത്ത വേദന എന്ന് പറയാം, അല്ലാതെ പ്രസവത്തിന്റെ വേദന ഒരു മരണത്തിന്റെ വേദനമല്ല. കാരണം എന്താണ്? പ്രസവിച്ചു കഴിഞ്ഞാൽ 2-3 മാസങ്ങൾ കഴിഞ്ഞാൽ അവളുടെ ശരീരത്ത് പ്രസവാനന്തരമുണ്ടായ ക്ഷീണങ്ങളെല്ലാം മരുന്ന് കഴിക്കുമ്പോൾ മാറുകയാണ്, ശരീരത്തിൽ എണ്ണ പുരട്ടുമ്പോൾ മാറുകയാണ്, ചൂടുവെള്ളം പിടിക്കുമ്പോൾ മാറുകയാണ്. കുറെ നാളുകൾ കഴിയുമ്പോ അവൾ വീണ്ടും പ്രസവിക്കാൻ തയ്യാറായി വരികയാണ്. അല്ലേ? പ്രസവത്തിന്റെ സമയത്തൊരു വേദനയുണ്ട്. ആ സമയം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2-3 മാസം അവർ അനുഭവിക്കുന്ന ത്യാഗം അത് ചെറുതല്ല. ആ സമയത്ത് ഒരു പേന പോലും എടുക്കാൻ പോലും അവർക്ക് പറ്റൂല. അത്രയും ശരീരം മുഴുവനും, ഞരമ്പ് മുഴുവനും വലിഞ്ഞു മുറുങ്ങിയിരിക്കുകയാണ്. ആ വേദനയെ സംബന്ധിച്ച് ആരോഗ്യശാസ്ത്രം പഠിപ്പിക്കുന്നത് 52 ഡെൽ യൂണിറ്റ് എന്നാണ് വേദനയുടെ ഭാരം എന്ന് പറഞ്ഞാൽ. ഒരു മനുഷ്യ ശരീരത്തിലുള്ള അസ്ഥികൾ 200 അസ്ഥികൾ ഒരുമിച്ച് പൊട്ടിയാൽ, ഒടിഞ്ഞാൽ എത്ര വേദനയായിരിക്കും? ഒരു മനുഷ്യന്റെ ശരീരത്തിലെ 200 അസ്ഥികൾ ഒരുമിച്ച് ഒരേ സമയത്ത് ഒടിഞ്ഞു എന്നിരിക്കട്ടെ. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. നമുക്കൊരു ചെറിയ സ്ക്രാച്ച് വന്നാൽ നമുക്ക് വേദന സഹിക്കാൻ പറ്റോ? കയ്യിലോ കാലിലോ ഒരു സ്ക്രാച്ച് വന്നെന്നിരിക്കട്ടെ. ആ സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൈയൊക്കെ തൂക്കിയിട്ടുണ്ട് നടക്കുക. കാല് നമ്മൾ പ്ലാസ്റ്ററൊക്കെ ഇട്ട് കുറെ നാൾ റെസ്റ്റ് എടുക്കും. 2-3 ആഴ്ച പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് അതും തൂക്കിക്കൊണ്ട് നടക്കുകയാണ്. വേദന സഹിക്കാൻ പറ്റൂല. ഒരു സ്ക്രാച്ച് വന്നാലുള്ള കാര്യമാണ് പറയണേ. അപ്പൊ എല്ല് പൊട്ടിയാലുള്ള കാര്യം, 200 അസ്ഥികൾ അതേപോലെ പൊട്ടിയാൽ അതിന്റെ കാഠിന്യത എത്രയായിരിക്കും സഹോദരങ്ങളെ? ആ വേദനയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ, ഭാര്യമാർ, സഹോദരിമാർ, നമ്മുടെ പെൺകിടാങ്ങൾ, നമ്മുടെ പെൺമക്കൾ അനുഭവിക്കുന്നത്. അത്രയും വേദന നമുക്ക് അനുഭവിക്കാൻ പറ്റോ? എന്നിട്ടോ അവർ കുറെ നാളുകൾ കഴിയുമ്പോൾ പറയും, ഒന്നുകൂടി വേണ്ടേ? അവർ പറയാൻ ആഗ്രഹത്തോടു കൂടി വീണ്ടും പ്രസവിക്കാൻ അവർ തയ്യാറാകുകയാണ്. 3, 4, 5, 6, 7, 10 ഒക്കെ പ്രസവിക്കാൻ അവർ തയ്യാറാകുകയാണ്. അവർ ആ വേദന മറക്കുകയാണ് വീണ്ടും. ഇതാണ് പ്രസവത്തിന്റെ വേദന. മരണത്തിന്റെ വേദന എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പ്രാവശ്യം അവന്റെ മരണത്തിന്റെ വേദന. ഒരു പക്ഷേ ആത്മഹത്യ ചെയ്യുന്ന ഒരാൾ അവൻ തൂങ്ങി, അവൻ കിടന്ന് ജീവന് വേണ്ടിയിട്ട് കൈകാലിട്ടടിക്കുകയാണ്. ഓടി വന്ന അപ്പുറത്തെ അയൽക്കാരൻ വന്ന് എന്ത് ചെയ്തു? പെട്ടെന്ന് കയറ് മുറിച്ചിട്ടു, അവനെ രക്ഷപ്പെടുത്തി. അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പെട്ടെന്ന് തന്നെ വലിയ കാഷ്വാലിറ്റിയിൽ കയറ്റി അവന് പെട്ടെന്നുള്ള ചികിത്സകളൊക്കെ കൊടുത്തു. അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. മരണം അങ്ങ് പകുതി കഴിഞ്ഞതാണ്. അവൻ പറയും, പിന്നെ അവൻ ഒരു കയറ് കണ്ടാൽ പിന്നെ അതിന്റെ അയലത്തൂടെ നടക്കൂല. കയറ് കണ്ടാൽ പിന്നെ അയലത്തൂടെ നടക്കൂല. തീ കൊളുത്തിയിട്ട് മരിക്കുന്നവൻ ഒരു പക്ഷേ പടച്ചവനായ തമ്പുരാന്റെ തീരുമാനത്താൽ അവന് വീണ്ടും ജീവിക്കാൻ പടച്ചവനായ തമ്പുരാൻ അനുവാദം കൊടുത്താൽ സഹോദരങ്ങളെ അറയ്ക്കും.
അതാണ് മരണം. മരണത്തെ മുഖാമുഖം കണ്ടവർ പിന്നെ ഒരിക്കലും അതിലേക്ക് പോകാൻ അവൻ അനുവദിക്കൂല. അവന്റെ മനസ്സ് പേടിക്കും. അതാണ് മരണത്തിന്റെ വേദന. അതുകൊണ്ടാണ് ആ മരണത്തിന്റെ വേദനയിൽ നിന്ന് രക്ഷപ്പെടാനാണ് പ്രവാചകൻ പോലും സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരുന്നത്. അല്ലാഹുമ്മ ഹൗവിൻ അലയ്യ സക്കറാത്തിൽ മൗത്ത്. അല്ലാഹുവേ, മരണത്തിന്റെ വേദന എനിക്കൊന്ന് ലഘൂകരിക്കണേ അല്ലാ. അസർ നമസ്കാരത്തിന്റെ പിറകെ ബഹുമാനപ്പെട്ട മന്നാനി ഉസ്താദ് നിങ്ങളെ ദുആ ചെയ്യുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അല്ലാഹുമ്മ ഹൗവിൻ അലൈനാ സക്കറാത്തിൽ മൗത്ത്. അസർ നമസ്കാരത്തിന്റെ പിറകെയുള്ള പ്രത്യേകമായ ദുആയാണ് അല്ലാഹുമ്മ ഹൗവിൻ അലൈനാ സക്കറാത്തിൽ മൗത്ത്. അല്ലാഹുവേ, മരണത്തിന്റെ വേദനയൊന്ന് ലഘൂകരിക്കണേ അല്ലാ, ലഘൂകരിക്കണേ അല്ലാ. മരണത്തിന്റെ വേദന ലഘൂകരിച്ചു തരണം, ഒന്ന് കുറച്ചു തരണം. ഇത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും ചെയ്തിരുന്ന ദുആയാണ്. ഓരോ നമസ്കാരം കഴിയുമ്പോഴും നബി തങ്ങൾ ചെയ്തിരുന്ന ദുആയാണ്. എന്നിട്ടും ആ പ്രവാചകരുടെ മുമ്പിലേക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹിനെ പിടിക്കാൻ വേണ്ടി വന്നു. റൂഹിനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോ നബി തങ്ങൾ ചോദിച്ചു, അല്ലയോ അസ്റായീലേ, ഇങ്ങനെ തന്നെയാണോ എന്റെ സമുദായത്തിലുള്ളവരുടെ റൂഹിനെയും പിടിക്കുക? അസ്റായീൽ പറഞ്ഞു, ഇല്ല നബിയേ, അല്ല നബിയേ, ഇങ്ങനെയല്ല, ഇതിനേക്കാൾ കഠിനമാണ്. അങ്ങയുടെ റൂഹിനെ പിടിക്കുന്നത് വെണ്ണയിൽ നിന്ന് നൂലെടുക്കുന്ന അത്രയും ലാഘവത്തോടു കൂടിയിട്ടാണ് നബിയേ. റൂഹിനെ പിടിക്കുന്നത്, നബിതങ്ങളുടെ റൂഹിനെ പിടിക്കുന്നത് വെണ്ണയിൽ നിന്നും എണ്ണയിൽ നിന്നും ഇങ്ങനെ നൂല് വലിച്ചൂരിയെടുക്കുന്ന ലാഘവത്തോടുകൂടി. എന്നാൽ സാധാരണ ഒരു മനുഷ്യന്റെ റൂഹിനെ പിടിക്കുന്നത് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സഹോദരങ്ങളെ, കത്രികയിട്ട്, മൂർച്ചയുള്ള കത്രികയിട്ട് ശരീരം മുറിക്കുമ്പോഴുള്ള വേദനയുണ്ടല്ലോ, ആ വേദനയാണ് ഇഞ്ചിഞ്ചായി മരിക്കുന്ന ആ വേദനയാണ് എങ്ങനെ മരിച്ചാലും ഒരു മനുഷ്യൻ അനുഭവിക്കുന്നത്. അവൻ അപകടത്തിൽപ്പെട്ട് തലയിടിച്ചിട്ട് പെട്ടെന്ന് മരിച്ചാലും, അറ്റാക്ക് വന്നിട്ട് മരിച്ചാലും, കുറെ നാളുകൾ അസുഖബാധിതനായി കിടന്നു മരിച്ചാലും, അവൻ എങ്ങനെ കിടന്നു മരിച്ചാലും, ആത്മഹത്യ ചെയ്ത് മരിച്ചാലും മരണത്തിന്റെ വേദനയെല്ലാം ഒന്നു തന്നെയാണ്. ചിലരൊക്കെ പറയാറുണ്ട്, പെട്ടെന്നങ്ങ് മരിച്ചാൽ വേദന അറിയണ്ടല്ലോ എന്ന്. അതൊരു തെറ്റിദ്ധാരണയാണ് സഹോദരങ്ങളെ. കുഴഞ്ഞു വീണ് മരിച്ചാലും, നെഞ്ചു പൊട്ടി മരിച്ചാലും, ക്ഷതം വന്നിട്ട് മരിച്ചാലും, ചോക്ക് വന്നിട്ട് മരിച്ചാലും മരണത്തിന്റെ വേദന അനുഭവിച്ചേ മതിയാവുകയുള്ളൂ. എല്ലാവരും മരണത്തിന്റെ രുചി അറിഞ്ഞവരാണ്. എത്രയോ അമ്പിയാക്കൾ, അതിലേറെ ഔലിയാക്കൾ, അവരെല്ലാം മൗത്തായില്ലേ, ആഴം ഖബറിലല്ലേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ അമ്പിയാക്കന്മാരാണ്, എത്രയോ ഔലിയാക്കന്മാരാണ് ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു പോയത്. അവരെല്ലാം മരണത്തിന്റെ വേദന രുചിച്ചവരാണ്. അതുകൊണ്ട് നമ്മളും മരണത്തിന്റെ വേദന അറിഞ്ഞേ മതിയാവുകയുള്ളൂ. ആ വേദന മാറുന്നതിന് വേണ്ടിയിട്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന ഒരു മരുന്ന്. സൂറത്ത് റഅദ് സക്കറാത്തിന്റെ വേളയിൽ കിടക്കുന്ന മനുഷ്യന്റെ അടുക്കൽ നിങ്ങൾ ഓതണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആൻ ഓതി മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അല്ലാഹു ഖുർആൻ പാരായണം നടത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ.